ഹലോ എവരിബഡി, ഞാൻ രേഖ. രാജം പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ എൻഡ് വരെ കൂടി കണ്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ ഈ വീഡിയോയിൽ ക്ലിയറൻസ് സെയിലെന്ന് തമ്പനയിൽ കൊടുത്തിരുന്നത് പോലെ തന്നെയാണ് 10 രൂപ 20 രൂപ ആ പ്രൈസ് റേഞ്ചിൽ വരുന്ന പ്ലാന്റ്സുകളും അതിൻ്റെ കട്ടിങ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇനി മഴക്കാലമല്ലേ, മണി പ്ലാന്റിൻ്റെയൊക്കെ കട്ടിങ്സ് കിട്ടിയാൽ നിങ്ങൾക്കൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റുമല്ലോ. മുല്ല അതുപോലുള്ള പ്ലാന്റ്സുകളൊക്കെയാണ് കൂടുതലായിട്ടുള്ളതും. ആർക്കെങ്കിലും ഇതിലേതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. DTDC ത്രൂവും സ്പീഡ് പോസ്റ്റ് ത്രൂവുമാണ് പ്ലാൻസ് എല്ലാം അയയ്ക്കുക. GPay ആണ് പേയ്മെൻറ്റ് മോഡ് വരുന്നത്. ഈ കാണുന്ന പ്ലാൻസും സെയിലിനായിട്ടുള്ളതാണ്. ഇതിൻ്റെ പേരെനിക്കറിഞ്ഞുകൂടാ. ഇതിൻ്റെ സിംഗിൾ പ്ലാന്റിന് 80 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് ബുഷി പോട്ടാണ് കാണുന്നത്. ഈ ബുഷി പോട്ടായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും തരുന്നതാണ്. ഇതിൻ്റെ ഒരു സിംഗിൾ പ്ലാന്റിൻ്റെ വിലയാണ് പറഞ്ഞത് 80 രൂപ. അടുത്തത് ഈ കാണുന്ന കലാത്തിയാണ്. 10 രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് പ്രൈസ് വരിക. അടുത്തത് ഈ കാണുന്ന അരക്കപ്പമ്പിൻ്റെ സിംഗിൾ പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 35 രൂപ, 35 റുപ്പീസാണ്. എല്ലാത്തിനും തന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. ഇത് ഇൻഡോർ അല്ല, ഔട്ട്ഡോറായിട്ട് വെക്കാവുന്ന പറ്റിയ പ്ലാന്റാണ്. നമ്മൾ പോട്ടിലൊക്കെ വെച്ചാൽ നല്ലതായിരിക്കും. അടുത്തത് ഈ കാണുന്ന വൈറ്റ് പ്രിൻസസ് ഫിലോഡെൻഡ്രോണിൻ്റെ പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 90 റുപ്പീസ്. സിംഗിൾ പ്ലാന്റിൻ്റെ പ്രൈസാണ്. വൈറ്റ് കളറൊക്കെ അങ്ങും ഇങ്ങൊക്കെ ഇലകളിൽ വന്നു തുടങ്ങിയ പ്ലാന്റാണ്. 90 റുപ്പീസ്. അടുത്തത് ഈ കാണുന്ന അഡീനിയമാണ്. ഗ്രാഫ്റ്റഡ് അഡീനിയമാണ്. കളർ ഏതാണ്, ഫ്ലവറിൻ്റെ കളർ ഏതാണെന്ന് അറിയത്തില്ല. 140 രൂപയാണ് ഇതിന് പ്രൈസ് വരിക. ഈ വീഡിയോയിലെ പ്ലാൻസ് എല്ലാം തന്നെ പിന്നെ കുറേ കഴിയുമ്പം കിട്ടണമെന്നില്ല. അടുത്തത് ഈ കാണുന്ന സിങ്കോണിയമാണ്. ഇതിൻ്റെ സിംഗിൾ പ്ലാന്റിൻ്റെ പ്രൈസ് 10 രൂപ, 10 റുപ്പീസ് മാത്രമാണ് വരിക. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. കുറച്ച് പ്ലാന്റ്സ്, ചില വെറൈറ്റീസൊക്കെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. ഈ കാണുന്ന സിങ്കോണിയത്തിൻ്റെയും സിംഗിൾ പ്ലാന്റിന് 10 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് കുറേ ചെടികൾ ഒന്നിച്ച് ഒരു പോട്ടിൽ വെച്ചിരിക്കുകയാണ്. ആ മുഴുവൻ പോട്ടല്ല, ഒരു പ്ലാന്റിൻ്റെ പ്രൈസാണ് പറഞ്ഞത് 10 രൂപ. വീഡിയോ ഈ സെയിം പിങ്ക് തന്നെ ആണെന്ന് തോന്നുന്നു. ഈ കാണുന്ന പിങ്കിനും ഒരു സിംഗിൾ പ്ലാന്റിന് 10 രൂപ, 10 റുപ്പീസ് മാത്രമാണ് വില വരിക. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇത് ക്ലിയറൻസ് സെയിലാണ്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഈ വിലയ്ക്ക് ഈ പ്ലാന്റ്സുകളൊന്നും കിട്ടണമെന്നില്ല. ഈ കുറേ ഇരിക്കുന്ന പ്ലാന്റ്സ് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത്. ഈ സിങ്കോണിയത്തിനും 10 രൂപ തന്നെ, 10 റുപ്പീസാണ്. ഈ പോട്ടിൻ്റെ പ്രൈസല്ല, വീണ്ടും പറയുന്നത് പോട്ടിൻ്റെ പ്രൈസല്ല, ഒരു ചെടിയുടെ വിലയാണ് പറയുന്നത്. ഈ പോട്ടിനകത്ത് കുറേ ഒരു 4, 5, 6, 7 പ്ലാന്റെങ്കിലും മിനിമം കാണും. അടുത്തത് ഈ കാണുന്ന സിങ്കോണിയമാണ്. ഇതിനും 10 രൂപ തന്നെയാണ് പ്രൈസ് വരിക. നല്ല ഭംഗിയാണ്. സിങ്കോണിയം ആകുമ്പോൾ നമുക്ക് ഒരിക്കലും ആർക്കും വളർത്താവുന്നതാണ്. നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനും എളുപ്പമാണ്. ഇതിൻ്റെ കട്ടിങ്സ് എടുത്താൽ പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. ഈ കാണുന്ന സിങ്കോണിയവും അവൈലബിൾ ആണ്. ഇതിന് 30 രൂപയാണ് പ്രൈസ് വരിക, 30 റുപ്പീസ്. ബാക്കി കാണിച്ചതിനെല്ലാം തന്നെ 10 രൂപയാണ്. പിന്നെ ഒരു കോപ്പർ അങ്ങനെ ഒരെണ്ണം, അത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ വിട്ടുപോയി. അതിനും സിംഗിൾ പ്ലാന്റിന് 10 രൂപ മാത്രമേ ഉള്ളൂ. അടുത്തത് ഈ കാണുന്ന പ്ലാന്റാണ്. ഇതിന് 50 രൂപയാണ്, 50 റുപ്പീസാണ് പ്രൈസ് വരിക. കൊറിയർ ചാർജ് എക്സ്ട്രാ വരും എല്ലാത്തിനും. നല്ല ഡാർക്ക് പിങ്ക് ഉള്ള പ്ലാന്റാണ്. പിഡിലാന്തസ് ആണെന്ന് തോന്നുന്നു ഈ പ്ലാന്റിന്. ഡാർക്ക് പിങ്ക് കളറാണ്, റെഡല്ല. അടുത്തത് ഈ മിക്കാഡോയുടെ പ്ലാന്റാണ്. 50 രൂപയാണ് സിംഗിൾ പ്ലാന്റിൻ്റെ പ്രൈസ് വരിക, 50 റുപ്പീസ്. ഈ പോട്ടിൽ ഒരു 3 ഷൂട്ടോളം ഉണ്ട് ഈ ഒരു പോട്ടിൽ. അതിലെ ഒരു സിംഗിൾ പ്ലാന്റിൻ്റെ പ്രൈസാണ് 50 രൂപ. ഇത് ഈ വീഡിയോയിൽ പ്ലാന്റ്സ് തീരുന്ന വരെ കാണത്തുള്ളൂ. അടുത്തത് ഈ കാണുന്ന അഗ്ലോണിമയുടെ സീഡ്ലിങ്സ് ആണ്. അത് ബ്യൂട്ടി റെഡാണ്, ചെറിയ പ്ലാന്റ്. അതിന് 100 രൂപയാണ് പ്രൈസ് വരിക. ചൈന റെഡാണ് അതിൻ്റെ വലിയ പ്ലാന്റ് കാണുന്നത്. അതിന് 120 രൂപയുമാണ് പ്രൈസ് വരിക. സെയിം പോട്ട് തന്നെയാണ്. ഈ കാണുന്ന അതിൽ 2 ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട്. ഒന്ന് ബ്യൂട്ടി റെഡ് ചെറിയത്, വലിയത് ചൈന റെഡാണ്. ഒന്നിന് 100 രൂപയും ചൈന റെഡിന് 120 രൂപയാണ് പ്രൈസ് വരിക. ഇതും അങ്ങനെ 3-4 കുറേ പ്ലാന്റ്സൊക്കെ ഒന്നിച്ച് വെച്ചിരിക്കുന്നതാണ്. അടുത്തത് ഈ നാരോ എഡ്ജ് എന്ന് പറയുന്ന ഫിലോഡെൻഡ്രോൺ ആണ്. ഈ ഫിലോഡെൻഡ്രോണിൻ്റെ പ്രൈസ് വരുന്നതും 50 രൂപ മാത്രമാണ്.
ഇങ്ങനെ ഇങ്ങനെ ഈ വിലയ്ക്കൊന്നും ഫിലോഡെൻഡ്രോണൊന്നും എങ്ങും കിട്ടത്തില്ല. ഇത് നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ അരികൊക്കെ ഇങ്ങനെ വാളിൻ്റെ കൂട്ട് കട്ട് ചെയ്ത് പോലെ ഇരിക്കുന്ന പ്ലാന്റാണ്. അടുത്തത് ഈ തൂജയാണ്. 40 റുപ്പീസാണ് തൂജയുടെ പ്രൈസ് വരിക. നമ്മൾ ലാൻഡ്സ്കേപ്പിലൊക്കെ ഭംഗിയാക്കാൻ വേണ്ടി നടുന്ന പ്ലാന്റാണ്. ഈസി മെയിൻ്റനൻസ് ഉള്ള ഈസി ഗ്രോയിങ് പ്ലാന്റാണ്. മെയിൻ്റനൻസും വളരെ എളുപ്പമാണ്. അടുത്തത് ഇത് ചൈനീസ് ക്രോട്ടൺ എന്ന പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 60 രൂപ. 60 റുപ്പീസാണ് ചൈനീസ് ക്രോട്ടണിന് പ്രൈസ് വരിക. അടിയിൽ നല്ല റെഡ് കളറും ഇലയുടെ മുകൾ ഭാഗത്ത് ഗ്രീനും വൈറ്റും ഒക്കെ വരുന്ന ഈസിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ്. അടുത്തത് ഈ കാണുന്നത് യുജീനിയയുടെ ഡ്വാർഫ് വെറൈറ്റിയാണ്. സ്ലോ ഗ്രോത്താണ്. ഇതിന് 150 രൂപയാണ്. ഇത്തരം വലിയ പ്ലാന്റിന് 150 റുപ്പീസാണ് പ്രൈസ് വരിക. ഇതെല്ലാം തന്നെ കാണിക്കുന്നവയെല്ലാം ലാൻഡ്സ്കേപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാന്റുകളാണ്. അടുത്തത് ഇത് എസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റാണ്. ഇതിന് പ്രൈസ് വരുന്നത് 100 രൂപ മാത്രമാണ്. ഇത്രയും വലിയ പ്ലാന്റിന് 100 രൂപയാണ്. നല്ല മണമുള്ള ഫ്ലവേഴ്സാണ് ഇതിനുണ്ടാകുന്നത്. ഹൈബ്രിഡിനേക്കാളും കുറച്ച് സൈസ് ചെറുതായിരിക്കും. അടുത്തത് ഈ കാണുന്ന പിങ്ക് തെച്ചിയാണ്. ഇതിന് പ്രൈസ് വരുന്നത് 40 രൂപ. 40 റുപ്പീസാണ്. പൂക്കളൊക്കെ ആയവയാണ്. 40 രൂപയാണ് ഇതിന് പ്രൈസ് വരിക. ബാക്കി വെള്ളയും ഡ്വാർഫ് വെള്ളയും മഞ്ഞയും ഒക്കെ ഉണ്ട്, പക്ഷേ കളർ അറിയത്തില്ല. അടുത്തത് ഈ ബോഗൺവില്ലയാണ്. ഇതിന് 60 രൂപയാണ് പ്രൈസ് വരിക. കളർ അറിഞ്ഞുകൂടാ. നോർമൽ വെറൈറ്റിയിലെ വെള്ളയും മഞ്ഞയും ഒന്നിച്ചിരുന്നതാണ്. അടുത്തത് ഈ യുജീനിയാണ്. നോർമൽ വെറൈറ്റിക്ക് 50 രൂപയേ ഉള്ളൂ ഈ വീഡിയോയിൽ പ്രൈസ്. 50 റുപ്പീസ്. ശ്രീലങ്കൻ മുല്ല 70 റുപ്പീസ്. 70 രൂപ. നല്ല വെള്ള കളറിലെ പൂക്കൾ എന്നും ഉണ്ടാകുന്ന പ്ലാന്റാണ്. മണമില്ല പക്ഷെ പൂവിന്. ഇന്നത്തെ എല്ലാം കൂടുതൽ പ്ലാന്റുകളും ഈസിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റിയതാണ്. തുടക്കക്കാർക്കൊക്കെ തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയ പ്ലാന്റുകളാണ്. ഇത് വെരിഗേറ്റഡ് ആണ്. വെരിഗേറ്റഡിന് 70 രൂപയാണ് പ്രൈസ് വരിക. യുജീനിയ വെരിഗേറ്റഡ്. നല്ല ഭംഗിയാണ്. അതിന് ലൈറ്റ് വെള്ള കളറൊക്കെ വരുന്ന പ്ലാന്റാണ്. ലിവർ റെഡ് പ്ലാന്റും അവൈലബിൾ ആണ്. അതിന് 120 രൂപയാണ് പ്രൈസ് വരിക. എല്ലാം കൂടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഈ കാണുന്ന അരേലിയ പ്ലാന്റുകളാണ്. പലതരത്തിലതുണ്ട്. ഇതിന് പ്രൈസ് വരിക 20 രൂപയാണ്. അരേലിയയ്ക്ക് 20 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിനും അതേ പ്രൈസ് തന്നെ, 20 രൂപ തന്നെയാണ് പ്രൈസ് വരിക. പലതരത്തിലെ അരേലിയ ഉണ്ട്. അരേലിയ ഒന്നും അധികം പ്ലാന്റുകളില്ല. കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ. കവറിൽ നട്ടുപിടിപ്പിച്ചതാണ്. ഇതിന് 30 രൂപയാണ്. ഇത് കുറച്ച് ബുഷിയായിട്ടുള്ളതാണ്. സിംഗിൾ പ്ലാന്റായിട്ട് വേണമെങ്കിൽ 20 രൂപയാണ്. ഈ ബുഷിയായിട്ടുള്ളത് തന്നെ വേണമെങ്കിൽ 30 രൂപയാകും. ഇത് നല്ല ഭംഗിയുള്ളൊരു അലേലിയാണ്. ഗോൾഡൻ അലേലിയം, ഗ്രീൻ അരേലിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഉള്ള ഇതും 20 രൂപ തന്നെയാണ് പ്രൈസ് വരിക. അതാണ് ആദ്യം തന്നെ പറഞ്ഞത്. ഇന്നത്തെ പ്ലാന്റ്സ് എല്ലാം തന്നെ വളരെ വിലക്കുറവുള്ളവയാണ്. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റിയവയാണ്. ഇത് ഡെയ്സിയാണ്. ഈ ഡെയ്സിക്ക് 50 രൂപയാണ് പ്രൈസ് വരിക. പർപ്പിൾ കളറിലെ, നമ്മുടെ ഉജാലയുടെ ഒക്കെ കളറിലെ പൂ ഉണ്ടാകുന്ന ചെടിയാണ്. അടുത്തത് ഇനിയും കുറച്ച് തെറ്റിയും മുല്ലയൊക്കെയാണ്. ചുമപ്പ്, പിങ്കൊക്കെ കളറുള്ള തെറ്റികളാണ്. എല്ലാത്തിനും തന്നെ 20 രൂപയാണ് പ്രൈസ് വരിക. എല്ലാ തെറ്റിക്കും തന്നെ റൂട്ടഡ് ആണ് എല്ലാം തന്നെ. ഈ കാണുന്ന മുല്ലയ്ക്കും 20 രൂപ തന്നെയാണ്. അടുക്കുമുല്ലയാണ്. പക്ഷേ ഇതളുകളൊക്കെ നല്ല ഈർക്കിൽ പോലെ വരുന്ന മുല്ലയാണ്. പൂ ഇതിന് വന്നതുകൊണ്ട് അറിയാം. ബാക്കിയുള്ളവരുടെയൊക്കെ പൂ വരാത്തത് കൊണ്ട് നമുക്കറിയാൻ പറ്റത്തില്ല. അടുത്തത് ഈ നിയോൺ പോത്തോസാണ്. നിയോൺ പോത്തോസിൻ്റെ കട്ടിങ്സിന് 10 രൂപയാണ് പ്രൈസ് വരിക. നല്ല ഭംഗിയുള്ള ഒരു പോത്തോസാണ്. 10 രൂപയാണ്. 10 റുപ്പീസാണ്. ഈ മുല്ലകളുടെ എല്ലാം പ്രൈസ് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. മുല്ലയ്ക്കും തെറ്റിക്കും എല്ലാം തന്നെ 20 രൂപയാണ്. കൊറിയർ ചാർജ് എല്ലാത്തിനും എക്സ്ട്രാ വരും. ഒരു മുല്ലയ്ക്ക് മാത്രം പൂ വന്നതുകൊണ്ട് നമുക്കറിയാൻ പറ്റും അതേ ടൈപ്പാണോ. ഏകദേശം അതേ ടൈപ്പ് തന്നെ ആയിരിക്കും ബാക്കിയുള്ളവയും. തെറ്റിയും തന്നെ നല്ല കാളിത്തെറ്റി എന്ന് പറയുന്ന നല്ല ഡാർക്ക് റെഡ് കളർ ആവുന്നതും
പിങ്ക് കളറും അങ്ങനെ എല്ലാം കൂടെ മിക്സ്ഡാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പൂ വന്നാൽ മാത്രമേ പറയാൻ പറ്റൂ. ഇലകളുടെ ഇതുകൊണ്ടാണ് റെഡാന്നൊക്കെ പറയാൻ പറ്റും. അടുത്തത് ഈ ചോക്കോ ഇംപ്രസ് ആണ്. ഇതിന് പ്രൈസ് വരുന്നത് 100 രൂപയാണ്. ഇതാണ് സൈസ്. ചോക്കോ ഇംപ്രസ് നല്ല വിലയുള്ള ഫിലോഡെൻഡ്രോണാണ്. നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ വെക്കാൻ ഭംഗിയുള്ളതാണ്. അടുത്തത് ഈ കാണുന്ന ഫിലോഡെൻഡ്രോണാണ്. 50 രൂപ മാത്രമാണ് ഇതിന് പ്രൈസ് വരിക. ആറ്റം എന്നെന്തോ ആണ് ഇതിന് ഐ ഡി പറഞ്ഞത്, അതോ ഹോപ്പ്, ഇങ്ങനെ 2 ID കേട്ടിട്ടുണ്ട്. ഇതും 2-3 പ്ലാന്റ് ഒന്നിച്ച് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ സിംഗിൾ ലീഫുള്ള ബോൺസൈയുടെ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 50 രൂപ. കുറച്ചുകൂടെ വലുതായതിന് 100 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിങ്ങനെ ഒറ്റ ഇല മാത്രം ഉള്ളതിന്. ഇത് ബ്ലാക്ക് കർഡിനാളിൻ്റെ പ്ലാന്റുകളാണ്. ഇതും ഒരു 3-4 പ്ലാന്റ് ഒന്നിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതിന് 40 രൂപ മാത്രമാണ് പ്രൈസ് വരിക. ഈ റേറ്റിലൊന്നും എങ്ങും ഫിലോഡെൻഡ്രോൺ നിങ്ങൾക്ക് കിട്ടത്തില്ല. ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യുക. അടുത്തത് ഈ പ്ലാന്റാണ്. ഇതിൻ്റെ പേരെന്തുവെന്ന് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 30 രൂപ മാത്രമാണ്. ഇത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ പ്ലാന്റ്. ഇങ്ങനെ ഇലകളെല്ലാം ഇങ്ങനെ കട്ടായിട്ട് വരുന്നതാണ്. അടുത്തത് മൂൺഷൈൻ എന്നും മൂൺലൈറ്റ് എന്നും ഒക്കെ പറയുന്ന ഈ പ്ലാന്റാണ്. ഇതിനും 50 രൂപ തന്നെയാണ് പ്രൈസ് വരിക. 50 റുപ്പീസ്. ഇതും 4-5 പ്ലാന്റ് ഒന്നിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ക്ലിയറൻസ് സെയിൽ ഇട്ടത്, കുറേ പ്ലാന്റ്സ് ആയതുകൊണ്ട്. അടുത്തത് ഈ പ്ലാന്റാണ്. ഇതിന് കട്ടിങ്സിന് 20 രൂപയാണ് വരിക. ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ പറയുക. ഇതിൻ്റെ എനിക്ക് പേര് അറിഞ്ഞൂടാ. മോൺസ്ട്രയാണോ അങ്ങനെ എന്തോ ആണ്. റൂട്ടഡ് ആണെങ്കിൽ അതിന് പ്രൈസ് കുറച്ച് വ്യത്യാസം വരും. റൂട്ടഡ് ആയിട്ടുള്ളത് കൊണ്ട്. ഈ ക്രോക്കോഡൈൽ ഫേണിന് 50 രൂപയാണ് സിംഗിൾ പ്ലാന്റിൻ്റെ പ്രൈസ് വരിക. ക്രോക്കോഡൈൽ ഫേണാണ്, കോബ്ര അല്ല. അടുത്തത് ഈ കാണുന്ന ഇതും ഫിലോഡെൻഡ്രോൺ ആണെന്ന് തോന്നുന്നു, മണി പ്ലാന്റ് അല്ല. ഇങ്ങനെ 2 ഇല വരുന്നത്. ഇതിൻ്റെ കട്ടിങ്സിനും 10 രൂപ മാത്രമേ ഉള്ളൂ. ഫിലോഡെൻഡ്രോൺ. എൻജോയ് പോത്തോസിൻ്റെ പ്ലാന്റിനും 10 രൂപയാണ്. റൂട്ടഡ് ബുഷി ആയിട്ടുള്ള ഒരു പോട്ടും അവൈലബിൾ ആണ്. എൻജോയ് പോത്തോസ് 10 റുപ്പീസ് മാത്രമാണ്. അടുത്തത് ഈ ഗ്രീൻ കളറിൽ, ഇതിൻ്റെ പേരെന്തോന്ന് അറിഞ്ഞൂടാ, ഈ മണി പ്ലാന്റിൻ്റെ നല്ല ഗ്രീൻ കളറാണ്. ഇതിൻ്റെ കട്ടിങ്സിനും 10 രൂപ മാത്രമാണ്. മാർബിൾ പോത്തോസിന് വേറെ ഒരു കളറും കൂടെ വരുമല്ലോ. ഇതിന് പക്ഷേ ഗ്രീൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ആമസോണിക്കയുടെ ചെറിയ പ്ലാന്റുകളും അവൈലബിൾ ആണ്. 70 രൂപയാണ് പ്രൈസ് വരിക. അലോക്കേഷ്യ ആമസോണിക്ക. ബാംബിനോയുടെ ചെറിയ പ്ലാന്റും അവൈലബിൾ ആണ്. അടുത്തത് ഈ കാണുന്ന ലക്കി ബാമ്പു ആണ്. ആ പോട്ട് ഉൾപ്പെടെ ആണെങ്കിൽ 150 രൂപയാണ് പ്രൈസ് വരിക. 2 ലെയർ പ്ലാന്റ് ആണ്. അടുത്തത് ഈ കാണുന്ന കോബ്ര ഫേൺ ആണ്. ഇതും ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗെയിൻ.